സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ MZX. ഇപ്പം നമ്മുടെ വേൾഡ് പോയി ഗൈസ്, സങ്കടമുണ്ട്. എങ്ങനെയാണെന്നൊന്നും അറിയില്ല, വേൾഡ് അങ്ങോട്ട് പോയി. എൻ്റെ കയ്യിലുള്ളൊരു ചെറിയൊരു പൊട്ടത്തരം കൊണ്ടുപോകണി. അപ്പോൾ ഇനി ഇതായിരിക്കും നമ്മളെ വേൾഡ്, ഇതായിരിക്കും നമ്മളെ സാമ്രാജ്യം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നോടൊപ്പം നിൽക്കൂ. അപ്പോൾ ഗൈസ്, എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യ്. അപ്പോൾ നമുക്ക് നേരെ പോകാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് ഈ വേൾഡിലൊരു വില്ലേജ് എങ്ങനെയും പോയി കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ നമുക്ക് ഒന്ന് കറങ്ങിയടിക്കണം. ഫസ്റ്റ് നമുക്ക് ഇവിടെ കുറേ ആടിനെ കണ്ട ലൊക്കത്തിന് തട്ടണം. അതിന് പിന്നെ നമുക്ക് മരം മുറിക്കാം. മരം അവിടെ ഒന്നുണ്ടായിരുന്നു, അവിടെ നിന്ന് മുറിച്ചാൽ മതി. പക്ഷേ എന്ത് നഷ്ടം. സോ ഗൈസ്, നമുക്ക് മരമൊക്കെ അങ്ങോട്ട് ഫുള്ളങ്ങോട്ട് മുറിക്കാം. ഈ മരം അങ്ങോട്ട് മുറിച്ച് കഴിഞ്ഞിട്ടാവും നമ്മൾ ഫുള്ള് ക്രാഫ്റ്റിംഗ് ലോഗ്. മരമില്ലാതെ മൈൻക്രാഫ്റ്റ് ഒന്നിനും പറ്റൂല അല്ലേ. അതുകൂടി അങ്ങോട്ട് മുറിക്കാം. നമുക്കിത് ക്രാഫ്റ്റ് ഫുള്ള് ലോഗാക്കാം. പിന്നെ ഇത് നോക്കാം. പിന്നെ ഞാൻ അത്രയും കാലം ഒന്ന് ബ്രേക്ക് എടുത്ത് എന്താന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു സ്ഥലം വരെ പോയിക്കിരുന്നു. അതായത് റിയൽ ആവശ്യങ്ങൾ. അതുകൊണ്ടായിരുന്നു വീഡിയോ ഒന്നും ഇടാത്തത്. അതുകൊണ്ട് നിങ്ങൾക്ക് സ്വൈര്യം ഉണ്ടായിരുന്നു എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊരു ക്രാഫ്റ്റ് കല്ല് മീനിട്ടോ. കല്ല്. അപ്പം ഞാൻ ഈ കല്ല് ഫുള്ളൊന്ന് മെയിൻ ചെയ്തിട്ട് അത് കാണാൻ മാത്രമൊക്കെ ഒന്നുമില്ല. കല്ല് മെയിൻ ചെയ്ത് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പറയുക, ബേസിക് സ്റ്റോൺ ടൂൾസും ആവാണ്ട്. അപ്പം നമുക്ക് ആവാം. ഫസ്റ്റ് നമുക്കൊരു പിക്ക് ക്രാഫ്റ്റ് ചെയ്യാം. നമുക്കൊരു ഈ വുഡില്ലാല്ലേ, സ്റ്റിക്കാകട്ടെ. സൂഡും ക്രാഫ്റ്റ് ചെയ്യണം, ഒരു ആക്സും ക്രാഫ്റ്റ് ചെയ്യണം. വേഗം ആക്സ്, ഇത് രണ്ടും മതി. സൂഡുണ്ടാവും. അങ്ങനെ നമ്മൾ ഒരു ഫർണിച്ചർ ക്രാഫ്റ്റ് ചെയ്യാം. ആവശ്യം വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഫുൾ ബേസിക് സ്റ്റോൺ ടൂൾസും ആർമറായിട്ടില്ലല്ലോ, സോറി. നമുക്കൊരു വില്ലേജ് കണ്ടുപിടിക്കാൻ പോകണം. അപ്പം നമുക്ക് ഇനി അത് കണ്ടുപിടിച്ചിട്ട് അപ്ഡേറ്റ് ആക്കാം. ഷുഗർ കേക്ക് എടുക്കട്ടെ ഗൈസ്. അപ്പം നമ്മൾ വന്നിട്ടൊരു കേവ് കണ്ടിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് മൈനിങ്ങിന് ഇറങ്ങാം. അപ്പം നമുക്ക് റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്യണമെങ്കിൽ ആടും ആണല്ലേ. അപ്പം നമുക്ക് മേലെ പോയിട്ട് 2 ആടിനെ ഇട്ടോക്കാം. 3 ആടിനെ ഇട്ടോക്കാം. അങ്ങനെ മേലേക്ക് കയറട്ടെ. കറട്ട ഇങ്ങോട്ട് തന്നെ ഇനി തിരിച്ചു വരുമോന്നാവും. പന്നിയോ ഫോണെല്ലാറുള്ളൂ. അപ്പം അതിന് നമുക്ക് എന്തൊരു സ്ട്രക്ചർ കിട്ടിയിരുന്നു. ചെസ്റ്റ് എന്തെങ്കിലും ഉണ്ട്. ചെസ്റ്റും തേങ്ങി വാങ്ങുന്നില്ല. മേലക്കന്നെ കറക്റ്റ്. ഇതൊക്കെ ബ്രഷ് ചെയ്യാണ്ടാകുമ്പോൾ പോകുന്നില്ല. ഇതിലേക്കൊന്നും പാടില്ല. എന്നിട്ടല്ലേ ബ്രഷ് ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നു. വെട്ടണ മീനെ ഫുഡ് വേണം ഇങ്ങനെ പോയാലും. വയ്യ മേലക്കാരുടെ ഫുഡില്ലാതെ സഫക്കേറ്റ് ആയിട്ട് ചാവും. നക്ക് തോന്നണേ. പോട്ടെ. ഫുഡ് ആ പന്നീനെ അങ്ങോട്ട് തട്ടിയാൽ മതി. അപ്പോൾ ഗായ്സ്, നമുക്ക് നല്ല ലക്കുണ്ട്. കയറിയതും ആടുകൾ. ഫുഡുമായി, നൈറ്റ് ആവാനായി. അപ്പോൾ നമുക്ക് ഇതാ തുടങ്ങാം. 6 ആടാണ്. അങ്ങനെ ഒരു ബെഡായി. ഞാനൊരു വീണ്ടും ട്രാവൽ ചെയ്യാം. അപ്പോൾ പിന്നെ കുട്ടനെയും കൂടി അങ്ങോട്ട് തട്ടട്ടെ. ഒറ്റൊന്നും ഇനി ജീവനോടാണ്. നമുക്ക് നമ്മുടെ ബേസിക് പെര ഒന്ന് സെറ്റാക്കട്ടെ.
ഇത്ര വീടുണ്ട് പറഞ്ഞോ കാര്യമല്ല. പുറത്ത് കിടന്ന് ഇറങ്ങണതിന്റെ സുഖം വേറെ ഒന്നാ. അയ്യോ ഇത് നമ്മളെ പഴയ വേൾഡ് അല്ല, ഞാൻ മറന്നു ഒരു നിമിഷം. ഓ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഉറക്കം കഴിഞ്ഞിട്ടുണ്ട്. ഞമ്മക്ക് ഇതൊക്കെ അങ്ങോട്ട് പൊട്ടിക്കട്ടെ. മാറട്ടെ, ഇവിടെ അവിടെ സോംബി ഉണ്ട്. കൊടുക്ക. അതോ ചത്തു ഇല്ല. ഓ അര ഹാർട്ട്. കൊയ്യാനായി സ്ഥലം വിട്ടു പോണേ. അപ്പൊ ഇനി വില്ലേജ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഇനി വേറെ കാര്യം. റീജനറേറ്റ് ആവാത്ത എന്താ നിക്കറിയില്ല. പിന്നാലെ വരില്ല, ഭ്രാന്താണ്. ഇനി ഒരു വില്ലേജ് കിട്ടിയിട്ട് അപ്ഡേറ്റ് ആക്കാം. ഗൈസ് 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 വില്ലേജ് കിട്ടി. അപ്ഡേറ്റ് ആക്കാനൊന്നുമില്ല. ഓ പറഞ്ഞ് നാവളച്ചുള്ളൂ. അപ്പൊ അതിന് വില്ലേജ് മറ്റേ ഈ വില്ലേജ് എനിക്ക് സ്ഥലം തീരെ ഇഷ്ടമല്ല. സവാന ഇനി എങ്ങനെ ആയാലും ഇവിടെ നിന്ന് റീസ്പോൺസ് സെറ്റ് ആക്കി വേറെ വില്ലേജ് എന്തെങ്കിലും കൂട്ടോ. ഇവിടെ ആർമർട്ടിലൊക്കെ ഉണ്ട്. മൈൻക്രാഫ്റ്റിന്റെ പുതിയ മോബ് ഇവിടെ ആവശ്യത്തിനൊക്കെ ഉണ്ട്. പക്ഷെ ഉള്ളൊരേ കുഴപ്പം സവാന. അത് തീരെ ഇഷ്ടമാണ്. കണ്ണി കണ്ടുകൂടാ ഈ സവാന അറിയണ ഈ ഭയം. എനക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു ഭയമാണ് ഈ സവാന. കണ്ണ് പിടിക്കുക. ഇതാ കണ്ണു നല്ലൊരു പ്ലെയിനാണോ ജംഗിളാണോ എന്ന് ആർക്കറിയാം. ഇങ്ങനെ വടിയായിരുന്നു അവിടെ കൊണ്ടിരുന്നെങ്കിൽ. അയ്യോ എന്തൊക്കെ ചെയ്യണേ. വേറൊരു വില്ലേജ് എന്തെങ്കിലും കിട്ടുമോ കേട്ടോ. ഇവിടെ എന്തായാലും റീസ്പോൺസ് സെറ്റ് ആക്കാം. പേടിപ്പിക്കണു. സോ ഗൈസ് നമുക്ക് ട്രാവൽ ചെയ്യണതിൻ്റെ മുന്നേ ഒന്ന് മൈനിങ്ങിന് ഇറങ്ങാം. കാരണം ഇവിടെ ഒരു കേവും ഉണ്ട്. നമുക്ക് എന്തെങ്കിലും സ്റ്റെഫും ആവാം. അപ്പൊ ഇനി മെല്ലെ നൈസിൽ കേറട്ടെ. അങ്ങനെ നമുക്ക് കോള് കിട്ടി. ഇനി നമുക്ക് ആഴങ്ങളിലോട്ട് ഇറങ്ങണം. അയൺ ഒപ്പിക്കണം, എല്ലാ സാധനവും ഒപ്പിക്കണം. പൊട്ടിക്കട്ടെ. പോരട്ടെ. നമുക്ക് ഇത് മെയിൻ ചെയ്തിട്ട് കാണാം. ഇത് എന്തുമാത്രം ഉണ്ട്. ഈ കേവ് ഫുള്ള് മെയിൻ ചെയ്യാനുള്ള ടോർച്ചുണ്ടല്ലോ. നല്ല ടോർച്ച് ഉണ്ടാക്കാനുള്ളതാവും. നമുക്ക് ഇനി ഡയമണ്ട് ആർമറൊക്കെ ആവാനൊന്നുമില്ല. വെറുതെ ഒരു മൈനിങ്ങിന് ഇറങ്ങാം, അത്രേ ഉള്ളൂ കേട്ടോ. അല്ല പിന്നെ അങ്ങനെ വലുതായി പ്രതീക്ഷിച്ചിട്ടിരിക്കേ വേണ്ട. അവിടെ അടിയുള്ളാനാ ഇറങ്ങുന്നത്, വേറെ ഒന്നിനും അല്ല. നന്നായി അറിയാം. ഉദ്ദേശിച്ചിട്ട് വന്നു. അങ്ങനെ വടിയായിരുന്നു. വുഡൊന്നും വേസ്റ്റ് ചെയ്യാൻ പറ്റൂല. എന്നാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടേ. കേറാം. ഇതാണ് ഒരു തുള്ളിയോടി ഫുഡ്. നമുക്ക് ബലം കൂടി അങ്ങനെ അടിച്ചിട്ട് ഓക്കാൻ അങ്ങോട്ട് സെറ്റാകാം. കണ്ടമാനുണ്ടല്ലോ. ഇത് എന്തുമാത്രം ഫുഡാ. ഫസ്റ്റ് ഈ പന്നി ഫാമിലീനാട്ടെ, എന്നിട്ട് പിഗ് ഫാമിലീനാട്ടാം. പന്നി വെട്ടിക്കോ. അയ്യോ ഓടിക്കോ. വെട്ടിക്കോ. ഒക്കത്തിനും വെട്ടു ഞാൻ. വെട്ടടാ. ഓ ചാവേ. ഫുഡിനെന്തായാലും വലിയ സീല്ല. ഒക്കെ തീരട്ടെ. ഇഞ്ഞാരാള്. ഓ ഇതുണ്ടല്ലോ ഇത് എത്രങ്ങാനും ഇതാ. ഫുഡിനൊരു ക്ഷാമം ഉണ്ടാവില്ല. ഇനി പൊരിച്ചെന്ന
അതിന് ടൈമില്ല. നമുക്ക് പച്ച തന്നെ നിന്നാ ടൈം ലാഭിക്കണല്ലോ. നമുക്ക് നമ്മുടെ സഞ്ചാരം ആരംഭിക്കാം. സോ ഗൈസ്, നമ്മളൊരു കാര്യം മറന്നു. നമ്മളെ വില്ലേജ് ഒന്ന് ലൂട്ട് ചെയ്യാൻ മറന്നു. അതിൻ്റെ മനസ്സിപ്പിള്ളിൽ ഒന്ന് ഓർമ്മിപ്പിച്ചല്ലോ. നമുക്ക് വീണ്ടും തിരിച്ചു നമുക്ക് ഈ ജംഗിളില് വീട് സ്ഥാപിച്ചാലോ? ശരിയാ, ഞാൻ ഈ ജംഗിളിലാ താമസിക്കുന്നത്. പറയണമെന്നുണ്ട്. അപ്പോൾ ഇവിടെ മരമൊന്നുമില്ല. ഇതൊക്കെ ആരാ വെട്ടി? ഞാനല്ല എന്തായാലും. ചിലപ്പോൾ മരം ഉണ്ടാവില്ലായിരിക്കും. ഇത് മാത്രം ഫുഡാ. ഇതേമാതിരി എല്ലാം തുറക്കാം. പറയാൻ പറ്റുകയാണെങ്കിൽ മോശം വില്ലേജ്. ഒരു ഫുഡും ഇല്ല, ലൂട്ടും ഇല്ല. ആകെ തുള്ളി സ്റ്റഫേ ഉള്ളൂ. നമ്മൾ ഫുള്ള് ലൂട്ട് ചെയ്യാനൊന്നുമില്ല. അത് കണ്ടപ്പോൾ തന്നെ മയങ്ങി. ഇനി ഒന്നും വേണ്ട വെച്ചിട്ട് ഞാൻ അതാ പോകുന്നു. നമുക്കേ നമ്മളെ ബേസ് സെറ്റാക്കാനുള്ള ഒരു സ്ഥലം നോക്കട്ടെ. ഇവിടെ എവിടെയെങ്കിലൊക്കെ അങ്ങോട്ടായിട്ട് സെറ്റാക്കാം. ഞാൻ വീടുണ്ടാക്കണ ലൊക്കേഷൻ കണ്ടുപിടിച്ചു. ഇതാ ഇവിടെ ആയിട്ടാണ് നമ്മൾ വീടുണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിൻ്റെ ഒരു ടൈം ലാപ്സ് നിങ്ങൾ പോയി കണ്ടിട്ട് വാ.
നമ്മൾ വീടുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ള നമ്മളെ ഹോം റിവ്യൂ. അതായത് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് ലാസ്റ്റ് പാർട്ടാണ്. അപ്പോഴാണ് ഞാൻ കാണുന്നത് റീപ്ലേ മോഡ് ഫുള്ള് കിട്ടിയിട്ടില്ല. എന്ത് ചെയ്യാനോ. ഇതാണ് നമ്മുടെ വീടിൻ്റെ എൻട്രൻസ്. ഇങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ എന്തെങ്കിലും സെറ്റാക്കാൻ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞായോ. പിന്നെ ഇങ്ങോട്ട് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നമ്മളൊരു ബെഡ്റൂം. ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് സിസ്റ്റം. പിന്നെ നമുക്ക് ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു ഫർണസ് ഏരിയ ഉണ്ട്, അതായത് സ്മെൽറ്റിംഗ് ഏരിയ. ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇനി ഇവിടെ ഒരു ബിൽഡ് ഉണ്ടാക്കണം, അതായത് ഒരു എന്താപ്പം ഇതിന് പറയാം, ആ ഡൈനിങ് ടേബിള്. ഇവിടെ നമുക്ക് ക്യാമ്പ് ഫയറൊക്കെ വെച്ചിട്ട് സെറ്റാക്കണം. അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ സ്പെഷ്യൽ പിന്നെ നമുക്കൊരു പട്ടിക്കുട്ടനെ ടീമാക്കി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് എന്താ കാട്ടാനുള്ളത്, ഇവിടെ ഒരു നെതർ പോർട്ടൽ ഉണ്ടാക്കണം. അതിൻ്റെ ബാക്ക് കുഴിച്ചിട്ടൊരു എൻഷാൻറ്റിങ് സെറ്റപ്പ് ഉണ്ടാക്കണം. അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ബൈ.